എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 33ഉം 34ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ബ്രാഹ്മണനും കൂടിയിട്ട് സംഭാഷണം ചെയ്യുകയായിരുന്നു. വിദർഭ രാജ്യത്തെ രാജകുമാരിയായിട്ടുള്ള രുക്മിണിയെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ രുക്മിണിയെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ്. ഏതാണ്ട് 10-20 ശ്ലോകങ്ങളെ കൊണ്ടാണ് അത് ചെയ്യണതെന്ന് പറഞ്ഞു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം 33ാമത്തെ ശ്ലോകം നോക്കാം. താഭ്യാം പുനഃ പ്രേമവശീകൃതാഭ്യാം പുണ്യേന കശ്ചിത് സമയഃ കൃതോ ഭൂത് ഇയം യമിച്ഛേദ് ഭുവി രാജപുത്രം അസ്യാസയേവാസ്തു പതിഃ കൃതീതി. ആദ്യം പദച്ഛേദം പറയാം. താഭ്യാം പുനഃ പ്രേമവശീകൃതാഭ്യാം പുണ്യേന കശ്ചിത് സമയഃ കൃത അഭൂത് ഇയം യം ഇച്ഛേത് ഭുവി രാജപുത്രം അസ്യാഹ സ ഏവ അസ്തു പതിഃ കൃതീ ഇതി. ചെറിയ ചെറിയ കുറേ വാക്കുകളുണ്ട് അതിൽ. എന്താണ് ഒരു വരനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റ ആളെയും വേണ്ടതുപോലെ എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞിട്ടൊരാളെ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അച്ഛനമ്മമാരൊക്കെ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അവസാനം ഒരു ഉപാധിയും കൂടിയും മകൾക്ക് അച്ഛനമ്മമാർ കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് പറയുകയാണ്. നമുക്ക് അന്വയത്തിലേക്ക് പോവാം. പുനഃ പുനഃ എന്നുള്ളത് വീണ്ടും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിനെ തുടർച്ചയായിട്ട് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ആരെയും കിട്ടിയില്ല, ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും പുനഃ അങ്ങനെയൊക്കെ ആണെങ്കിലും പുണ്യേന പ്രേമവശീകൃതാഭ്യാം താഭ്യാം പുണ്യങ്ങളെ കൊണ്ട്, അതായത് രുക്മിണി ചെയ്തതായിട്ടുള്ള പുണ്യങ്ങൾ, സത്പ്രവൃത്തികൾ, ആ പ്രവൃത്തികളെ കൊണ്ട് പ്രേമവശീകൃതാഭ്യാം പ്രേമം കൊണ്ട് വശീകരിക്കപ്പെട്ടവരായ താഭ്യാം ആ അച്ഛനമ്മമാരാൽ ഒരു ഉപാധി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ അച്ഛനമ്മമാർ രുക്മിണിക്കായിട്ടൊരു ഇളവ് ചെയ്ത് കൊടുത്തതെന്നാണെങ്കിൽ, ഇയം ഈ രുക്മിണി ഭൂവി ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും, നിന്ന ദിക്കിലെന്നൊന്നുമില്ല, ഈ വിദർഭ രാജ്യത്തിന് പുറത്തുള്ള ഏതൊരു രാജ്യമായാലും, ഇനി വിദർഭ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സാമന്ത രാജാക്കന്മാർ ആരായാലും അവരെ ആരെ ആയാലും അംഗീകരിക്കാൻ അച്ഛനമ്മമാർ തയ്യാറായിട്ടിരിക്കുകയാണ്. അതാണ് പറയണത്. യം രാജപുത്രം ഇച്ഛേത്, ഏതൊരു രാജകുമാരനെയാണോ രുക്മിണി ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അസ്യാഹ കൃതീപതി സ ഏവ അസ്തു. അസ്യാഹ ആ രാജകുമാരൻ ഇവളുടെ കൃതീപതി, കൃതി എന്ന് പറഞ്ഞാൽ ഭാഗ്യം സിദ്ധിച്ചവനായ പതിയായിട്ടിരിക്കട്ടെ എന്നാണ് അച്ഛനമ്മമാർ വിചാരിച്ചത്. പ്രത്യേകിച്ച് യാതൊരു കണ്ടീഷനും ഇല്ലാതെയായി അച്ഛനമ്മമാരുടെ ഭാഗത്ത് നിന്ന്. ഇവളിനി ഒരു രാജകുമാരനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജകുമാരൻ ഏറ്റവും ചേർന്ന ഒരാളാവും, ആ ആളുടെ ഭാഗ്യം എന്ന് തന്നെ പറയാനുള്ളൂ. അതുകൊണ്ടാണ് കൃതീപതി എന്ന് പറഞ്ഞത്. ഏറ്റവും കൃതാർത്ഥനായിട്ടുള്ള, ഏറ്റവും കൃതകൃത്യനായിട്ടുള്ള പതിയാവും ആ രാജകുമാരൻ എന്നുള്ളത് കൊണ്ട് രുക്മിണി അത്രയ്ക്ക് ഗുണഗണങ്ങളും ശീലങ്ങളും സൗന്ദര്യവും ഒക്കെ ഉള്ളവളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കണ്ടുപിടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു രാജകുമാരൻ തന്നെയല്ലേ കണ്ടുപിടിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് അച്ഛനമ്മമാർ വിചാരിച്ചു, ഇനി രുക്മിണി ആരെങ്കിലും കണ്ടെത്തിക്കോട്ടെ, അവരെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന്. ഒരു രാജകുമാരനാവണം എന്നുള്ളതാണ് ഇവിടെ പറയണത്. യം രാജപുത്രം ഇച്ഛേത് അസ്യാഹ കൃതീപതി സ ഏവ അസ്തു ഇതി. അങ്ങനെ അതുമായിക്കോട്ടെ എന്ന്, അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചാൽ, നീയായിട്ട് കണ്ടുപിടിച്ചാലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് കശ്ചിത് സമയ കൃത അഭൂത്. ആ രുക്മിണിക്ക് അതിനുള്ള സമയം അവസരം അല്ലെങ്കിൽ സങ്കേതം, സൂചന എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് അതിന് വേണ്ടിയിട്ടും കുറച്ച് കാലം അച്ഛനമ്മമാർ നീക്കി വെച്ച് കൊടുത്തു. ഇനി നീയായി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നീ കണ്ടുപിടിച്ചോളൂ, ഞങ്ങൾ വിവാഹം നടത്തിത്തരാം. ഒരു സ്വയംവരം എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിത്തരാം എന്ന് അച്ഛനമ്മമാർ രുക്മിണിയോട് പറഞ്ഞു അത്രേ. ഭീഷ്മക രാജാവും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടിയിട്ട് അന്വേഷിച്ച് തോറ്റ് അവസാനം മകളായിട്ട് തന്നെ കണ്ടുപിടിച്ചോട്ടെ, അവരെ അല്ലെങ്കിൽ ആ ഒരു രാജകുമാരനെ ഞങ്ങൾ അംഗീകരിച്ചോളാം എന്ന്
മകളോട് പറയുകയും ചെയ്തു. എന്നിട്ട് സുകുമാരകവി പറയാണ്, എന്നാൽ സാധാരണ മറ്റു രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ളൊരു സ്വയംവരത്തിന് വേണ്ടിയിട്ട് ഉത്സാഹിച്ചുമില്ല. ആരെങ്കിലും ഒരാളെ ഇവൾക്ക് ഇഷ്ടമായിട്ട് അംഗീകരിച്ചോട്ടെ, അവൾ ആ പതിയായിട്ട് കണക്കാക്കിക്കോട്ടെ, ആ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു എന്നല്ലാതെ രാജാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ടൊരു സ്വയംവരം നടത്തണമെന്ന് എന്തുകൊണ്ടാണ് രാജാവ് വിചാരിക്കാഞ്ഞത്? ഭീഷ്മകൻ എന്താണ് അങ്ങനെ ചിന്തിക്കാഞ്ഞത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 34-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇത്യധ്യവസ്യാപി സ രാജപുത്രാന്നാനേതുമാകാംക്ഷത ഭൂമിപാല അലബ്ധകാമൈരപരൈരമർഷാദ് കരിഷ്യമാണം കലഹം വിചിന്യ. അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു ഈ സ്വയംവരം വിളിച്ചു കൂട്ടാത്തതിന്. അതാണിവിടെ പറയണത്. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. ഇതി അധ്യവസ്യ അപി സ രാജപുത്രാൻ ന ആനേതും ആകാംക്ഷത ഭൂമിപാല അലബ്ധകാമൈഃ അപരൈഃ അമർഷാദ് കരിഷ്യമാണം കലഹം വിചിന്യ. ആദ്യത്തെ വരിയിൽ മാത്രമേ ധാരാളമായിട്ട് പദച്ഛേദമുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു സ്വയംവരം വിളിക്കാഞ്ഞത് എന്ന് പറയാണ്. സ ഭൂമിപാല, ആ വിദർഭരാജ്യാധിപതിയായിട്ടുള്ള ഭീഷ്മക മഹാരാജാവ് ഇതി അധ്യവസ്യ, ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, അതായത് മകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു. വേണ്ടതുപോലെ തങ്ങൾക്ക് അന്വേഷിച്ചൊരു വരനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എന്നാൽ മകള് ആരെയാണെന്ന് വെച്ചാൽ വിവാഹം ചെയ്തോട്ടെ എന്നൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു എങ്കിൽ പോലും ഇതി അധ്യവസ്യ, ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ടു പോലും, അഭി എന്ന് പറയുമ്പോൾ ഇതിനെതിരായിട്ടാണ് ഇനി പറയാൻ പോണത്, ഇങ്ങനെയൊക്കെ സമ്മതിച്ചു എങ്കിൽ കൂടി മറ്റൊന്ന് വേണ്ടെന്ന് വെച്ചു. അതാണ് അടുത്ത് പറയണത്. അലബ്ധകാമൈഃ അപരൈഃ അമർഷാദ് കരിഷ്യമാണം കലഹം വിചിന്യ. അലബ്ധകാമൈഃ, ലബ്ധകാമൈഃ എന്ന് പറഞ്ഞാൽ കാമം ലഭിച്ചവർ, അതായത് എന്താണോ ആഗ്രഹിച്ചത് ഇച്ഛിച്ചത് അത് നേടിയെടുത്തവരാണ് ലബ്ധകാമന്മാർ. അതിൽ നിന്നും വിപരീതമായിട്ടുള്ളവരാണ് അലബ്ധകാമന്മാർ, അതായത് ആഗ്രഹിച്ചത് കിട്ടാത്തവർ. ഒരു സ്വയംവരം നടത്തിയാൽ ആഗ്രഹിച്ചത് കിട്ടുക ഒരാൾക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ആഗ്രഹിച്ചത് കിട്ടാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രാജാക്കന്മാർ അലബ്ധകാമൈഃ അപരൈഃ, കാമം ലഭിക്കാത്തവരായിട്ടുള്ള മറ്റുള്ള രാജാക്കന്മാർ, മറ്റ് രാജകുമാരന്മാരാൽ അമർഷാദ്, അവർക്ക് ദേഷ്യം വന്നിട്ട് അവർക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ദേഷ്യം കൊണ്ട് കരിഷ്യമാണം, ചെയ്യാൻ സാധ്യതയുള്ളതായ കലഹം വിചിന്യ, യുദ്ധത്തെ പറ്റി ആലോചിച്ചിട്ട്. അതാണ് ഒരു സ്വയംവരം വിളിക്കുമ്പോൾ, സ്വയംവരത്തിനായിട്ട് രാജാക്കന്മാരെ വിളിക്കുമ്പോൾ എത്രയോ നൂറുകണക്കിന് രാജാക്കന്മാർ വരും എന്ന് വിചാരിക്കുക. അതിലൊരാളെ മാത്രമല്ലേ രുക്മിണി കല്യാണം കഴിക്കുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും രുക്മിണിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇത് രുക്മിണിക്ക് അങ്ങട് ഇഷ്ടമുള്ളത് കൊണ്ട് ആ രാജകുമാരനെ കല്യാണം കഴിക്കുന്നതാണ്. ഈ വരണ രാജകുമാരന്മാർക്ക് എല്ലാവർക്കും തന്നെ രുക്മിണിയെ ഇഷ്ടവുമായിരിക്കും. അപ്പോൾ ഒരാൾക്കല്ലേ കിട്ടിയുള്ളൂ എന്നുള്ളതിൻ്റെ ദേഷ്യം അവർ വേറെ പലതരത്തിലാവും തീർക്കുക. ആമർഷം തീർക്കുക, യുദ്ധം ചെയ്തിട്ടൊക്കെ ആയിരിക്കും. തമ്മിൽ യുദ്ധം, വിദർഭ രാജാവിനോട് യുദ്ധം. പോരാത്തതിന് അത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ രുക്മിണിക്കും വരാൻ പോകുന്ന വരനുമൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതുമായി. അപ്പോൾ അങ്ങനെയുള്ള കലഹങ്ങളൊന്നും കാണാനുള്ള അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള ശക്തിയില്ല എന്നുള്ളത് കൊണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് രാജപുത്രാൻ ആനേദം ന ആകാംക്ഷത, രാജപുത്രന്മാരെ രാജകുമാരന്മാരെ ഒരു സ്വയംവരത്തിനായിട്ട് ക്ഷണിക്കാൻ ആനേതും കൊണ്ടുവരാൻ ന ആകാംക്ഷത, അങ്ങനെയും ആഗ്രഹിച്ചില്ല. അതായത് പല പല രാജ്യത്തു നിന്നും രാജാക്കന്മാർക്ക് ക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ രാജകുമാരന്മാരെ വരുത്തിയിട്ടൊരു സ്വയംവരം നടത്തണമെന്ന് ഭീഷ്മക മഹാരാജാവിന് ഒട്ടും മോഹം ഉണ്ടായിരുന്നില്ല. യുദ്ധക്കളമാവും കൊട്ടാരം. അതുകൊണ്ട് എങ്ങനെയായാലും രാജകുമാരിയായിട്ടുള്ള രുക്മിണി ഒരു രാജപുത്രനെ, ഒരു രാജകുമാരനെ കണ്ടുപിടിച്ചാൽ അത് നടത്തി കൊടുക്കാം എന്ന് തന്നെ വിചാരിച്ചുള്ളൂ. അല്ലാതെ വലിയൊരു സ്വയംവരത്തിനൊന്നും വട്ടം കൂട്ടാനുള്ള പുറപ്പാടൊന്നും ഭീഷ്മക മഹാരാജാവ് ആഗ്രഹിച്ചില്ല, അതിനായിട്ട് പുറപ്പെട്ടില്ല എന്നർത്ഥം. അതിന് കാരണമാണ് യുദ്ധമുണ്ടാവുമോ എന്ന് പേടിച്ചിട്ട്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. താഭ്യാം പുനഃപ്രേമവശീകൃതാഭ്യാം പുണ്യേന കശ്ചിത് സമയഃ കൃതോ ഭൂത് ഇയം യമിച്ഛേത് ഭുവി രാജപുത്രം അസ്യാസ്സയേവാസ്തു പതിഃ കൃതീതി
ഇത്യധ്യവസ്യാപി സ രാജപുത്രാന്നാനേതുമാകാംക്ഷത ഭൂമിപാല അലബ്ധകാമൈരപരൈരമർഷാത് കരിഷ്യമാണം കലഹം വിചിന്യ. ഈ സ്വയംവരം കഴിഞ്ഞിട്ട് അടിപിടി നടന്ന കഥകളൊക്കെ ധാരാളം പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്. ദമയന്തിയുടെ കാര്യം, ദമയന്തിയും നളനും കല്യാണം കഴിച്ചു. അവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കലിക്ക് ഏറ്റവും ദേഷ്യം വന്നു. കലി അവിടെ ഉണ്ടാക്കാത്ത കുത്തിത്തിരിപ്പുകളില്ല. അതുപോലെ പാഞ്ചാലിയുടെയും അർജുനൻ്റെയും, അർജുനൻ ഒരു ബ്രാഹ്മണനായിട്ടാണ് വിവാഹം കഴിച്ചതെങ്കിലും പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞതിന് ശേഷം അവിടെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു. അങ്ങനെ സ്വയംവരം നടന്നാൽ യുദ്ധമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഭീഷ്മക മഹാരാജാവ്. അതുകൊണ്ട് ആയിരിക്കണം സ്വയംവരം നടത്താൻ ഉത്സാഹിക്കാഞ്ഞത്. ഇനി എന്താണ് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയണത്? എങ്ങനെയെങ്കിലുമൊക്കെ നല്ല നല്ല രാജകുമാരന്മാരെ കണ്ട് കല്യാണം കഴിക്കാനുള്ള പ്രേരണ കൊടുക്കുകയാണ്. അടുത്ത ശ്ലോകത്തിലൊക്കെ അതാണ് വർണ്ണിക്കാൻ പോണത്. ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.